വാർത്തകൾ വിശദമായി പരിശോധിക്കാം. കൊല്ലം സ്വദേശിനിയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തേവലക്കര സ്വദേശി അതുല്യ ശേഖറാണ് മരിച്ചത്. റോള പാർക്കിംഗിന് സമീപത്തെ ഫ്ളാറ്റിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ഉണ്ട്. ഷമീർ, ഇതേ രീതിയിലുള്ള ഒരു ദുരന്തം നടന്നിട്ട് അധികമായിട്ടില്ല. ഇതിൽ പെൺകുട്ടിയുടെ കുടുംബം എന്താണ് ആരോപിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ ദുബായിൽ ഈ കുട്ടിയുടെ മൃതദേഹം കാണപ്പെടുന്നത്. ദുബായിലെ റോള പാർക്കിന് സമീപമുള്ള ഫ്ളാറ്റിലായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ ഈ കുട്ടിയെ അതുല്യയെ കാണപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ കൂടി അവരുടെ ബന്ധുക്കൾ പങ്കുവെക്കുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടി ഗാർഹിക പീഡനം നേരിട്ടിരുന്നു എന്നാണ് സഹോദരിക്ക് അയച്ച ദൃശ്യങ്ങൾ ഉള്ളത്. അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് സതീഷ് ഈ അതുല്യെ നിരന്തരമായി ഉപദ്രവിക്കുമായിരുന്നു. ആ ഉപദ്രവം സഹിക്കവയ്യാതെ ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇവർക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയും ഇത്തരത്തിൽ മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഇപ്പോൾ ചവറ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി അവർ നൽകിയിട്ടുണ്ട്. ആ പരാതിയിലാണ് ഇത്തരത്തിൽ ഗാർഹിക പീഡന പരാതി ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഈ സതീഷും അതുല്യവുമായി നിരന്തരം വഴക്കുണ്ടാകുന്നതായി ബന്ധുക്കൾ അറിഞ്ഞിരുന്നു. തുടർന്ന് സതീഷ് കൂട്ടുകാരോടൊപ്പം അജ്മാനിൽ കഴിഞ്ഞ ദിവസം അജ്മാനിൽ പോയി തിരിച്ചെത്തിയപ്പോഴാണ് ഈ അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് കുടുംബത്തിന് ലഭിക്കുന്ന വിവരം. സതീഷ് സ്ഥിരം മദ്യപിക്കുന്ന ആളാണെന്നും അതുല്യെ മദ്യപിച്ച ശേഷം ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസിന് ഇവർ മുമ്പ് പരാതി നൽകിയിട്ടുണ്ട്. അതായത് വിദേശത്ത് ഷാർജ പോലീസിന് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി ഇവർ രണ്ടുപേരും UAE-യിലാണ് താമസം. സതീഷിന് 1.5 വർഷം മുമ്പാണ് ഈ അതുല്യെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. നേരത്തെ ഇവർ ദുബായിലായിരുന്നു താമസം. ഇപ്പോൾ ഷാർജയിലേക്ക് താമസം മാറുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങളിൽ ഇവർക്ക് പരിക്കേറ്റ് നിൽക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഷാർജയിലാണ്. ഷാർജ പോലീസ് എന്തായാലും ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം ഈ മൃതദേഹം അതായത് ഈ അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കും എന്നാണ് പറയുന്നത്. എന്തായാലും നാട്ടിലുള്ള കുടുംബമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചവറ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസോ മറ്റു കാര്യങ്ങളോ എടുത്തിട്ടില്ല. ഒരു പരാതിയാണ് ഉയരുന്നത്. അതും ഡിജിറ്റൽ തെളിവുകൾ നിരത്തിയുള്ള പരാതി. അതും ഈ ക്രൈം നടന്നിരിക്കുന്നത്, ഈ കുട്ടിയെ ആക്രമിച്ചിരിക്കുന്നത് വിദേശ രാജ്യത്താണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കും. ആ പരിശോധനയ്ക്കൊടുവിലായിരിക്കും ഇതിൽ FIR അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക. എന്തായാലും പോലീസിന് മുമ്പിൽ ഇപ്പോൾ ഒരു പരാതി, രാത്രിയിൽ ഒരു പരാതി ലഭിച്ചിരിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരാതി സ്വീകരിച്ചിട്ടുണ്ട്. അതിന്മേൽ ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഈ പരാതിക്ക് മേൽ പോലീസ് ഈ സഹോദരിയും അതുപോലെ കുട്ടിയുടെ മാതാപിതാക്കളെയൊക്കെ മൊഴി ഇപ്പോൾ ചവറ പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷമീർ, ആ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നത് അത്രയും കൊടിയ ആക്രമങ്ങളാണ് ആ പെൺകുട്ടി നേരിട്ടിട്ടുള്ളത് എന്നതാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്രയായിട്ടുണ്ട്? ഇവർ എപ്പോഴാണ് വിദേശത്തേക്ക് പോയത്? എപ്പോൾ മുതലാണ് ഈ ആക്രമം തുടങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് കുടുംബത്തിന് ബോധ്യമുണ്ടായിരുന്നോ? കുട്ടി കുടുംബവുമായി ഇത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതായത് ഈ പെൺകുട്ടി ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് അവിടെ എത്തിയതെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇവർ തമ്മിൽ വലിയ സ്വരച്ചേർച്ച ഇല്ലായിരുന്നു. അതായത് സ്ഥിരം മദ്യപാനിയായിരുന്ന ഭർത്താവ് ഈ പെൺകുട്ടിയെ സ്ഥിരമായി മർദ്ദിക്കുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ മാതാപിതാക്കളെ ഈ വിവരങ്ങളൊക്കെ തന്നെ അറിയിച്ചു. സഹോദരിയെ അറിയിച്ചു. സഹോദരിയും ഷാർജയിൽ ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിലാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുന്നത്. 1 വർഷമായി ഷാർജയിൽ ഈ പെൺകുട്ടി താമസിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ശനിയാഴ്ച സഫാരി മാളിൽ ഷാർജയിലെ സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു അതുല്യ. ദുബായിലെ അരോമ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ ജീവനക്കാരനായ സതീഷ് ശങ്കറാണ് ഭർത്താവ്. ഈ സതീഷ് ശങ്കറിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഇയാൾ നിരന്തരമായി ഈ കുട്ടിയെ മർദ്ദിക്കുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ മർദ്ദനം ഏറ്റതിനു ശേഷമുള്ള
നേരത്തെ അഖില ചോദിച്ചതുപോലെ ക്രൂരമായ പീഡനം ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നു എന്നതിന് ആധാരമായ ദൃശ്യങ്ങൾ ആ കുടുംബത്തിന് അയച്ചു നൽകിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇത് ആത്മഹത്യയാണോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടത് ഷാർജ പോലീസാണ്. അത് സ്ഥിരീകരിച്ച് പറയേണ്ടത് പോലീസാണ്. നിലവിൽ ഈ കുടുംബത്തിന്റെ ആരോപണം ഇങ്ങനെയാണ്: ഇത്തരത്തിൽ ഈ പീഡനം സഹിക്ക വയ്യാതെ ഈ പെൺകുട്ടി ഷാർജയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ്. എന്തായാലും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ കുട്ടിയുടെ സഹോദരി ഷാർജയിലുണ്ട്. ആ സഹോദരിയുമായി ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ. നിലവിൽ ഇപ്പോൾ ചവറ പോലീസ് സ്റ്റേഷനിലാണ് അവരുടെ ബന്ധുക്കളുള്ളത്. ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം ഇവർ ഈ മൊഴി നൽകി. ആ മൊഴി പ്രകാരമുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. അഖില. ഷമീർ, ഈ കുട്ടി ജോലിയിൽ പ്രവേശിക്കാൻ അധികം കാലമുണ്ടായിരുന്നില്ല. കുറച്ച് നാളുകൊണ്ട് ജോലിയിൽ പ്രവേശിക്കാൻ ഇരുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ അത് ആത്മഹത്യയാണോ എന്നതിൽ വരെ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം നേരത്തെ ആദ്യഘട്ടത്തിൽ അഖില ചോദിച്ചതുപോലെ വിഭജിക എന്ന പെൺകുട്ടി മരിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ച, ഷാർജയിൽ വെച്ച് തന്നെ മരിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ അടുത്തൊരു സംഭവം കൂടി, അതും കൊല്ലത്തുകാരിയായ ഒരു പെൺകുട്ടിക്കെതിരെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതില് കൃത്യമായി അവരുള്ള അന്വേഷണ സംഘം, അവരുടെ ആ രാജ്യത്തെ നിയമം, ഇതൊക്കെ തന്നെ ഇതിനനുകൂലം, ഈ ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾക്ക് അനുകൂലമല്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്നും, അതായത് വിഭജികയുടെ കേസിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്നത്. എന്തായാലും എത്രത്തോളം സുതാര്യമായിരിക്കും അവിടുത്തെ നടപടികൾ എന്ന് വ്യക്തമല്ല. പോലീസ് ഈ ഗാർഹിക പീഡനത്തിനടക്കം ഷാർജ പോലീസ് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യമാണ് ഇനി മനസ്സിലാക്കേണ്ടത്. വിഭജികയുടെ കേസിലും ഡിജിറ്റൽ തെളിവുകൾ ഷാർജ പോലീസിന് മുമ്പിൽ എത്തിയെങ്കിൽ പോലും ഒടുവിൽ ഈ കുട്ടിയുടെ മൃതദേഹം, വൈഫബി എന്ന കുട്ടിയുടെ മൃതദേഹം ഉൾപ്പെടെ ആരോപണ വിധേയനായ ഭർത്താവിന് നൽകേണ്ട ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്തത് നമുക്കറിയാം. എന്തായാലും ഈ കേസിലും ഷാർജ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനിരിക്കെ ഇത്തരത്തിലൊരു കൃത്യം എങ്ങനെ ഈ കുട്ടി ചെയ്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു സൂചനയും കുടുംബാംഗങ്ങൾ നൽകിയതുമില്ല. ഈ വീഡിയോകൾ അയച്ചു നൽകി, പക്ഷേ ആത്മഹത്യയുടെ സൂചനകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നാണ് അവർ ചവറ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസ് നിലവിൽ ഈ FIR ഈ രേഖപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇനി കൂടുതൽ നിയമോപദേശം തേടിയ ശേഷം മാത്രമായിരിക്കും സ്വീകരിക്കുക. കാരണം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് രാജ്യത്തിന് പുറത്താണ്. അപ്പോൾ അതിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വിശദമായ നിയമോപദേശം തേടിയ ശേഷം മാത്രമായിരിക്കും പോലീസ് അത്തരം നടപടികളിലേക്ക് കടക്കുക. അഖില. അതെ ഷമീർ, അവിടെ നടന്നതായതുകൊണ്ട് ഷാർജയിലെ അന്വേഷണ സംവിധാനങ്ങളായിരിക്കും അതിൽ അന്വേഷണം നടത്തുക. ഈ ആരോപണ വിധേയനായ വ്യക്തിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷമീർ? സതീഷ് അവിടെ ഒരു കമ്പനിയിൽ ജീവനക്കാരനാണ്, കോൺട്രാക്ടിംഗ് കമ്പനിയിലെ ജീവനക്കാരാണ്. ഇന്നലെ രാത്രി ഇവർ തമ്മിൽ വഴക്കുണ്ടായെന്ന് പറയുന്നു. അതിനുശേഷം ഈ ഫ്ളാറ്റിൽ നിന്നും, ഈ റോള പാർക്കിന് സമീപമുള്ള ഫ്ളാറ്റിൽ നിന്നും ഇയാൾ ഇറങ്ങിപ്പോവുകയും പിന്നീട് തിരികെ എത്തിയപ്പോൾ അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതേസമയം ഈ പെൺകുട്ടി ഇന്ന് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കേണ്ടതായിരുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും അതുല്യയുടെ സഹോദരി ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അവർ ഷാർജയിലാണ് ഉള്ളത്. 1.5 വർഷം മുമ്പാണ് സതീഷ് അതുല്യയെ ഷാർജയിൽ കൊണ്ടുവന്നതെന്നുള്ള വിവരവും ലഭിക്കുന്നു. എന്തായാലും ഷാർജ മോർച്ചറിയുള്ള മൃതദേഹം നടപടിക്ക് ശേഷം നാട്ടിലേക്ക് അയക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അഖില. ഷമീർ, ഇവർ രണ്ടുപേരും കൊല്ലം സ്വദേശികളാണോ? അങ്ങനെയെങ്കിൽ കേരള പോലീസ് ഇതിൽ സ്വീകരിക്കുന്ന നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും? സ്വാഭാവികമായി നമുക്ക് വിഭജികയുടെ കേസിൽ കേരള പോലീസിനൊരു FIR രേഖപ്പെടുത്താൻ കഴിയും. സതീഷിന്റെ സ്വദേശം കൊല്ലമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സതീഷിന്റെ നേറ്റീവ് പ്ലേസ് എവിടെയാണോ ആ സ്റ്റേഷനിലും നിലവിൽ ഈ കുടുംബം നിയമപരമായി പരാതി നൽകേണ്ടി വരും. തുടർന്ന് FIR ഇട്ടാൽ മാത്രമേ, അതായത് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ, ഇന്ത്യയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടാൽ, രേഖപ്പെടുത്തിയാൽ മാത്രമേ നിയമപരമായി ഈ കേസ് പോലീസിന് ഇവിടെ അന്വേഷിക്കേണ്ടി വരികയുള്ളൂ. അപ്പോൾ ഡിജിറ്റൽ തെളിവ്, കുടുംബത്തിന്റെ ആരോപണം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ മൊഴി പോലീസ് എടുക്കും. ഇതിനുശേഷം ഈ സതീഷിന്റെ
ആ, പോലീസ് സ്റ്റേഷൻ പരിധി ഏതാണെന്ന് പരിശോധിക്കും. ആ പോലീസ് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം പരാതി നൽകേണ്ടി വരും. അവിടെ പരാതി നൽകുന്ന പരാതി ഈ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി എഫ്ഐആർ രേഖപ്പെടുത്തുകയാണ് സാധാരണ മറ്റ് കേസുകളിലൊക്കെ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയായിരിക്കും ഈ കേസിലും പോലീസ് നിയമ നടപടികളിലേക്ക് പോവുക. ആദ്യഘട്ടത്തിൽ പോലീസ് ഇവരുടെ മൊഴിയടക്കം ഈ ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിക്കും. സതീഷിന്റെ ഇവിടെയുള്ള ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്യും. പിന്നീട് ഇതിൽ ഷാർജ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. കുടുംബത്തിന് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ വെച്ച് കോടതിയെ സമീപിക്കാം. അങ്ങനെയൊക്കെ തന്നെ ചില നിയമ നടപടികൾ ഈ കേസിലുണ്ട്. നമുക്ക് നേരത്തെ ഉപജീവന കേസിലടക്കം ഹൈക്കോടതിയൊക്കെ കുടുംബം സമീപിക്കുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിൽ നിയമ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടി വരും. അതിനൊക്കെ ശേഷം മാത്രമായിരിക്കും പോലീസ് ഇതിൽ എഫ്ഐആർ രേഖപ്പെടുത്തുക. സ്വാഭാവികമായും എഫ്ഐആർ എന്തായാലും പോലീസ് രേഖപ്പെടുത്തും എന്ന നിയമം. ശരി, ശരി ഷമീർ, കൊല്ലം സ്വദേശിനിയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വിഭജികയുടെ മരണത്തിന് പോലെ തന്നെ മറ്റൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്. തേവലക്കര സ്വദേശി അതുല്യ ശേഖറാണ് മരിച്ചത്.